നമുക്ക് ഓർക്കിഡിന്റെ രണ്ടൂന്ന് വെറൈറ്റി വാങ്ങിക്കണം. ആ മേരി തോമസിന്റെ വീട്ടിൽ എന്തുമാത്രം വെറൈറ്റിയാ ഉള്ളതെന്നറിയോ? ഓർക്കിഡ് ഇപ്പൊ എന്താ വിലയെന്ന് നിനക്കറിയോ? ആഹാ, പാല് വാങ്ങിച്ചോണ്ട് വന്നിട്ട് പിന്നെ കിടന്ന് തുടങ്ങിയോ? വല്ലാത്തൊരു ക്ഷീണം. അതിങ്ങനെ വെറുതെ ഇവിടെ കുത്തിരിക്കുന്നുണ്ടാ? ഉണ്ണി വീഴും. ചെന്ന് കുളിക്കുണ്ണി. എണ്ണ തേക്കാൻ സമ്മതിക്കണില്ല കേട്ടോ. ചെല്ലു മക്കളെ. ഇംഗ്ലീഷ് പത്രം അല്ലേ? അതെ, അയലൊക്കത്തെ വീട്ടിലൊക്കെ ഇംഗ്ലീഷ് പത്ര. ഹരിയേട്ടന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ഫ്രണ്ട്സ് ഒക്കെ വരണതല്ലേ? അത് മാത്രമല്ല, അച്ഛനെ ഒരാഴ്ച കഴിഞ്ഞാൽ ഗോപീഷ്ണ അടുത്തേക്ക് പോവല്ലേ? പത്രക്കാരനോട് ചോദിക്കാഞ്ഞിട്ടല്ല, ഇടവിട്ട് മലയാള പത്രം ഇടാൻ അവന് ബുദ്ധിമുട്ടാണത്രേ. ഞാനാണെങ്കിൽ പത്രം വായിക്കാറില്ല. വെറുതെ എന്തിനാ ഒരു വേസ്റ്റ്? അച്ഛനെ കുറച്ച് ഇംഗ്ലീഷൊക്കെ ഒന്ന് വായിക്കേ, വെറുതെ ഇരിക്കല്ലേ. ഫ്ലുവൻ്റ് ആവട്ടെ. എന്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോ ഇത്തിരി ആശ്വാസമൊക്കെ അടിച്ചു ചെത്താം. കൃഷ്ണമായ നിവാസ്. മേലെ പുരയ്ക്കൽ എന്ന് വെച്ചാൽ ഒരു തറവാടുത്തില്ല ഉണ്ടോ? ടൗൺ അല്ലേ? ടൗണിൽ തറവാടുത്താൻ പാടില്ല എന്നുണ്ടോ? അതല്ല, നമ്മുടെ പട്ടിക്കാട്ടിലെ പോലെയാണോ? മേലെപ്പുരയ്ക്കലെന്ന് പറഞ്ഞ ഒരു പരിഷ്കാരം ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടാവും കുട്ടികൾക്ക്. ചന്ദ്രശേഖര മേനോൻ, പാർവതി അമ്മ എന്നൊക്കെയുള്ള പേരും ഇനി പരിഷ്കരിക്കേണ്ടി വരുവോ ആവോ. ഇത്ര വേഗം ഈ ചെടികളൊക്കെ വളർന്നോ? ഇത് ഇവര് വളർത്തണമല്ല, വല്ലൂരും വളർത്തണത് കാശ് കൊടുത്ത് വാങ്ങിച്ചോണ്ട് വെക്കണതാ. ഓ, ആഹാ, എത്തിയോ? ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. രാധിക എവിടെ? കോളേജ് വിട്ടാ അവള് നേരെ ഇങ്ങോട്ട് വരും. വരൂ. നല്ല പണിയാ കാണിച്ചത് രണ്ടാള്. വന്നിട്ട് ഓഫീസിൽ പോകാന്ന് കരുതി കാത്തിരുന്ന് വേറെ ഇറങ്ങി. ഇപ്പൊ സമയത്തായെന്നറിയോ? ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. ഞങ്ങളോ? ഇയാളാടാ വൈകിച്ചത്. കാലത്തെ മുതൽ കുളിയോട് കുളി. ഞാൻ ഇന്നലെ വൈകിട്ടേ കുളിച്ചങ്ങ് റെഡിയായി. അതങ്ങോട്ട് കൊടുക്ക് മോളെ. നല്ല പഴുത്ത കുറെ പേരയ്ക്കാ, അത് ആദ്യം എടുത്തു. ഓ, വല്ലാത്തൊരു നടുവേദന. ഈ ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് കിടന്നേ. എന്താ തിരക്ക് ബസ്സിനുള്ളിൽ. എടോ, ഞാൻ എന്റെ ബെഡ്റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാ. ഗോപിയുടെ അച്ഛനും അമ്മയും വന്നേക്കണ്. എവിടെ? വരുമെന്ന് ഗോപി പറഞ്ഞു. കാത്തിരുന്നു മയങ്ങിപ്പോയി. ഗുളിക കഴിച്ച എന്റെ ക്ഷീണമാണെന്നേ. സുഖല്ലേ മേന്നെ? അതെ, പരമസുഖ. മായയും ഗോപിയും കൂടെ വന്ന് വിളിച്ചപ്പോ വീട് അടച്ചു പൂട്ടി ഞങ്ങൾ ഇങ്ങു പോന്നു അല്ലേ? സുഖമില്ല, ശ്വാസം മുട്ടലുണ്ടേ. ഇവിടെ ആകുമ്പോ നല്ല ഡോക്ടർമാരാരെങ്കിലും കാണിക്കാന്ന് മായ പറഞ്ഞു. അതുമല്ല, വയസ്സാങ്കാലത്തിന് മരുമോ നോക്കില്ലെന്ന് വെച്ചാ മേലെ പുരയ്ക്കൽ ആർക്കല്ല അച്ഛൻ എന്റെ നാണക്കേട്. തീർച്ചയായിട്ടും അച്ഛന് ലോകവിവരം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് സമ്മതിച്ചു. നന്നായി. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ എതിരൊന്നും പറയില്ലാന്ന്. അച്ഛൻ വല്ല ബഹളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കായിരുന്നു ഗോപിയേട്ടൻ. ഇപ്പഴെന്തായി? മോനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. 1.5 കൊല്ലം ആയില്ലെങ്കിലും അച്ഛന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗോപിയേട്ടൻ അറിയില്ല അല്ലേ അച്ഛാ? പിന്നെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഹാളിൽ കിടക്കുന്ന അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടാക്കിയ അപ്പ ഞാൻ പറഞ്ഞുവിടും. ഹാളിൽ കിടക്കുന്നോണ്ട് അച്ഛന് ദേഷ്യമൊന്നുമില്ലല്ലോ? ഏയ്, സന്തോഷേ ഉള്ളൂ. ഹോളിലാവുമ്പോ മുറിയിൽ അടച്ചു കിടക്കണ അത്ര വിമിഷ്ടമുണ്ടാവില്ല. ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ. വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രണ്ടാൾക്കും കൂടി ഒരു തിരുവാതിര കളിയാവാം. എന്താ? രണ്ടൂന്ന് ഡോക്ടർമാരെ കാണിച്ചു, ഒരു കുറവുമില്ല. ഓഹോ, നിങ്ങളുടെ മുറിയിൽ നിന്ന് കുമുകുമാന്ന് പുകവരണോ? വല്ല തിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ടോ? നോക്കി. ഗോപി ഉണ്ടല്ലോ മുറിയില്. ഓഹോ, എന്നിട്ടൊരു അനക്കമില്ലല്ലോ. വാതിലും കുറ്റിട്ടിടന്ന് ഉറങ്ങാവും കുമാരനൻ. ഞാൻ നോക്കാം.
അച്ഛനോട് നിന്നു, ഞാൻ നോക്കിക്കോളാം. ഗോപിയേട്ടാ, ഗോപിയേട്ടാ, ഗോപിയേട്ടാ. എന്താ ഒരാഴ്ച കുശാലായിട്ട് പുകച്ച് ഊതിയതല്ലേ, ഇനിയും നിർത്താറായില്ലേ? എന്താ പോകാൻ അച്ഛൻ ചോദിക്കുക. എന്തൊരു കഷ്ടമായത്. 4-5 ലക്ഷം രൂപ മുടക്കി വീട് പണിഞ്ഞിട്ട് സ്വാതന്ത്ര്യമായിട്ട് ചേർത്ത് വിളിക്കാൻ പറ്റില്ല അച്ഛാ. അച്ഛൻ എന്തിനാ തീയും പോകാൻ അന്വേഷിച്ച് നടക്കണേ? വയസ്സാലത്തോടെ രാമായണം വായിച്ചിരിക്കാനുള്ളതിന് വെറുതെ ശല്യം ഉണ്ടാക്കാനായിട്ട്. അതെ അച്ഛാ, അച്ഛാ, കൊതുക് തിരി കത്തിച്ചു വെച്ചുകൊണ്ട് മുറിയിലാകെ പോകുകയാ. എന്ന് വെച്ച് കത്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏയ് പറ്റില്ല. ആ 4-5 ലക്ഷം രൂപ മുടക്കി സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ട് പിന്നെ കൊതുവിനെ പേടിച്ച് ഓടാൻ പറ്റുമോ? മോളെ, സകല മുറിയിലും കൊതുക് കത്തിച്ച് വെക്കാൻ പറയാം അവനോട്. ശരിക്ക് പോച്ചാ പിന്നെ മെന്നെ. ആ. ആ. മെന്നെ. താൻ പേടിക്കണ്ട. ഇനി ഈ വീട് മുഴുവൻ കത്തി എരിഞ്ഞാലും വായ തുറക്കില്ല ഞാൻ. ഒരേ ദാ, 3 ടിക്കറ്റ് എടുത്തോ. ആ 3 ടിക്കറ്റോ? അതെന്താ 3 ടിക്കറ്റ്? 2 എണ്ണം സ്വയക്കിരിക്കാൻ 1 എണ്ണം എനിക്ക്. സിനിമ തിയേറ്റർ ആണെന്ന് ഞാൻ നോക്കില്ല, ഇടിച്ച് ഫോക്കസ് ഔട്ട് ആക്കി. ആൾക്കാർ കാണും സ്വയം. ആൾക്കാർ അവിടെ നിൽക്കും. നിക്കട്ടെ. രാജേന്ദ്രൻ ഇവന്റെ ട്യൂഷൻ എടുപ്പ് തിയേറ്ററിലാക്കിയോ? ഞങ്ങൾ തമ്മിൽ ഇന്റലക്ച്വൽ ബന്ധമാണെന്ന് പറഞ്ഞിട്ട് ഉം. ചേടാ ഇതിനൊരു ഡോസ് കൊടുക്കാതെ പറ്റത്തില്ല. ഇപ്പോഴിവിടെ വെച്ചോ പടം കാണണ്ടേ? പടം നമുക്ക് നാളെയും കാണാം. ഇവര് നാളെ ഇവിടെ വരുമെന്ന് എന്താ ഉറപ്പ്? ഈ പടം നാളെ ഇവിടെ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? പടമാണോ വരുന്ന സഹോദരനാണോ? സഹോദരൻ. ആണേ എന്നാ വാ. എടാ, ദീപം ദീപം ദീപം. അവളെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. ഒരു സിനിമ കാണാൻ കൊതിയാവണു എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ അവളാകെ ടെൻഷനിലായി പോയി. ആദ്യം ഞാനും ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാ. നല്ല സുഹൃത്തുക്കളാ ഞങ്ങൾ തമ്മില്. നിനക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറ. അയ്യോ തെറ്റും ശരിയൊക്കെ പറയാൻ ഞാൻ ആരാ? നിങ്ങൾ പലരും ഒരുമിച്ച് വീട്ടിൽ വരും, സിനിമയ്ക്ക് പോകും, അതൊക്കെ നിങ്ങളുടെ കാര്യം. നമ്മൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരിയല്ലേ. ഇന്നലത്തെ ഒരു 5 രൂപ ബാലൻസ് ഇങ്ങോട്ട് വരും. രാജേന്ദ്ര നിന്റെ ചില്ലറയുണ്ടോ? 2 5 എടുക്കാൻ. ഇല്ല. ആ അപ്പൊ നാളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ കടം എടുത്തു കൊടുക്ക്. അച്ഛനായിരുന്നാലും ശരി ആരാച്ചായിരുന്നാലും ശരി, കടം പറയുന്ന പരിപാടി വീട്ടിൽ വേണ്ട. ഓക്കെ. നീ ഇച്ചിരി രസം ഇങ്ങോട്ട് ഒഴിക്കേ. അല്ല എനിക്കെന്താ വിളമ്പാത്തെ? മനസ്സിലായില്ലേ? പണം വെക്കാതെ വിളമ്പുന്ന പരിപാടി ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞൂടെ? പണം കൊടുത്തിട്ട് തന്നെ സാധനം കിട്ടുന്നില്ല, പിന്നെ ആ കടം. ഒരു ദിവസമൊക്കെ ഏട്ടന്റെ ചെലവില് ഏട്ടത്തേമ്മയുടെ കൈ കൊണ്ട് ഊണ് കഴിക്കുന്നതിന് എന്തിനാ പണം? സ്വയെ വിളമ്പിക്കൂടെ. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ അനിയൻ സ്നേഹത്തിന്റെ രുചിയുള്ള ഊണ് കഴിക്കട്ടെ. എന്താ വെള്ളം വല്ലതും വേണോ? എനിക്ക് അകത്തേക്ക് വരാലോ അല്ലേ? ആ ഏട്ടത്തിയ ഇനിയും ചങ്കി ഓ കുത്തരുത്. അപ്പൊ ഏട്ടന്റെ ഏട്ടത്തിയമ്മയുടെയും കൂടെ കൂടാൻ തീരുമാനിച്ചു അല്ലേ? എങ്കിലും നീ ചോദിക്കട്ടെ, രാധിക്ക് ഇഷ്ടമാണോ? കേടൊന്നുമില്ല. ദേ ഇങ്ങനെ ഉരുട്ടിപ്പരട്ടൊന്നും വേണ്ട. അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോന്നാണ് ഞാൻ ചോദിച്ചത്. അതോ ഇനി ആ കൊച്ചിനെ തല്ലു വിളിക്കാനാണോ പരിപാടി? അയ്യോ അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ മനസ്സിൽ കണ്ടേക്കണേ? ഏതായാലും മേനോനങ്കളിന് എന്നോട് വിരോധമൊന്നുമില്ല. ജോലിക്കാരി ഒന്ന് ശരിയായ നേരിട്ട് ചോദിക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, അതിനൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. നാളെ തന്നെ പോയി ചോദിക്കാം. ഒരു അച്ചാരം ഉറപ്പിച്ചു വെച്ചാൽ പിന്നെ ധൈര്യം ഉണ്ടല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല, സമയമാകുമ്പോ ഞാൻ പറയാം. എന്നാ ശരി, വായന മുടക്കുന്നില്ല.
അയ്യോ അല്ല, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടില്ല, ആ രാധയൊക്കെ ടെൻഷനായി പോയി. അയ്യോ പാവം. നാളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. വിരോധമൊന്നുമില്ലല്ലോ? അയ്യോ സന്തോഷമുള്ളൂ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? അവനോട് എന്താ പറഞ്ഞേ? ഞങ്ങൾ ഏട്ടത്തിയമ്മ അനിയനും കൂടെ പലതും പറയും. അതിന് തമ്പി സാറിനെന്താ? ചാപ്പാടൊക്കെ കഴിച്ചില്ലേ? അല്ല, എരിവും പുളിയൊക്കെ പാകമാണല്ലോ. എന്നാലേ ചെന്ന് കിടന്ന് ഉറങ്ങ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നേ? കൂട്ടിയിരിക്കാണല്ലോ. എവിടെ പോയോ? അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചാലോ? ആ ചട്ടക്കാരിയോടോ? പുറത്തെവിടെയും പോവാച്ച അവരോട് പറയാണ്ട് പോവില്ല. വാ. എന്തിനാ തൂക്കി പിടിച്ചോണ്ട് നിക്കണേ? അങ്ങോട്ട് വെച്ചൂടെ? ഹായ് ആന്റി. ഹായ് അങ്കിൾ. എപ്പോ വന്നു? വന്നേ ഉള്ളൂ. മേനോനങ്കിളും പാർവതി ആന്റിയോ മമ്മി? വരുന്നു. ആ കം ഇൻ. വേണ്ട, സമയമില്ല. ശ്യാമള എവിടാ പോയിരിക്കുന്ന അറിയാൻ വേണ്ടി വന്നതാ. ഹായ് മിസ്റ്റർ മേനോൻ. ഓഫീസിൽ പോയല്ലോ? ഹരികൃഷ്ണന്റെ കാര്യമല്ല, ശ്യാമള. അവളും ഓഫീസിൽ പോയി. ശ്യാമളോ? ശ്യാമളയ്ക്ക് ജോലി കിട്ടിയാലും മിസ്റ്റർ മേനോൻ അറിഞ്ഞൂടെ? യു സീ ഷീ ഹാസ് ജോയിൻഡ് ദിസ് മൺഡേ. ആ, ഓ പറഞ്ഞിരുന്നു, പക്ഷേ മറന്നുപോയി അല്ലേ? താക്കോലിവിടെ തന്നിട്ടുണ്ട്. ഹാമീൻ. താക്കോല്. മിസ്സസ് മേനോൻ അകത്ത് വരണം. നല്ല ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, പിന്നൊരിക്കലാവാ. വാ മിസ്റ്റർ മേനോൻ. അറിയാമേ? വാട്ട്? വേണ്ടെങ്കി വേണ്ട. ഓ ആ മിസ്റ്റർ മേനോൻ മറന്നുപോയി. ഗ്യാസ് വന്നാലേ വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു. 100 രൂപ കൊടുക്കണം. മറക്കല്ലേ? ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനുള്ള സാധനങ്ങളെ ലിസ്റ്റ് എഴുതി അവിടെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. മറക്കാതെ വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു. മറക്കണ്ട. ആ മിസ്റ്റർ മേനോൻ, ഒന്ന് നിന്നേ. ഞാൻ മറന്നുപോയി. മാവ് കലക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. ദോശ ചുട്ടു വെക്കാൻ പറഞ്ഞു. രാത്രിത്തേക്കാ. മറക്കണ്ട. 10 എണ്ണം. കേട്ടോ മിസ്റ്റർ മേനോൻ? ഒരു കാര്യം കൂടി, ഒരേ ഒരു കാര്യം കൂടി. ഒന്ന് പിടിച്ചേ, ഒന്ന് പിടിക്കാൻ. ഇനി എന്തൊക്കെ പണികളാ ഏൽപ്പിച്ചേ ചോദിച്ചു. വെറുതെ അവരോട് എന്തിനാ ദേഷ്യം? ഞാനൊരു അത്യാവശ്യ കാര്യം പറയുന്ന ഇപ്പൊ പറയുന്നില്ല. പോ, പിന്നെ പറയാം. വീട്ടിൽ ചെയ്യേണ്ട ജോലികളൊന്നും പറഞ്ഞേൽപ്പിക്കാൻ മറന്നിട്ടില്ല. നമ്മള് കാശിലേക്കൊന്നും അല്ല പോയത്, ഗോപീഷ്ണ വീട്ടിലേക്കല്ലേ. അവിടെ മരുന്ന് വന്ന് അച്ഛാ ശ്യാമളയ്ക്ക് ഇങ്ങനെ ജോലി കിട്ടി, അടുത്ത ആഴ്ച മുതൽ അവള് ജോലിക്ക് പോകണമെന്ന് ഒരു വാക്ക് പറയായിരുന്നില്ലേ? ആ ഇല്ല, ഇതേ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഒരു കുന്ത്രാണ്ടം. ഇതെടുത്ത് കറക്കി ഒരു വാക്ക് പറഞ്ഞ വായിലെ മുത്തു ഒഴിയൂ. അപ്പൊ അത്രേ ഉള്ളൂ. അയൽവക്കത്തുള്ളവർ പറഞ്ഞിട്ട് വേണം സ്വന്തം മരുമോള് ജോലിക്ക് പോയ കാര്യം അച്ഛനും അമ്മയും അറിയാൻ. തൊലി പൊളിയണു. എന്റെ ഈശ്വര, അവളെ ജോലിക്ക് പറഞ്ഞയക്കാൻ മാത്രമുള്ള എന്ത് ബുദ്ധിമുട്ടാ എന്റെ കുട്ടിക്കുണ്ടായേ. പണത്തിന് നല്ല ഞെരുക്കം ഉണ്ടാവും. പറയാണ്ട് മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കും. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് കരുതി ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് ഉരുകണു. അപ്പോഴാണ് എന്റെ ഒരു പെട്ടി എടുത്തിട്ട് പോയേ. ആ അമ്മേ, ഒരു 2 ദോശ കൂടി എടുത്തേ. ആവോ എന്തൊരു വിശപ്പാ. എവിടെയെങ്കിലും ഇരുന്ന് തിന്നൂടെ? എന്തിനാ ഈ വെപ്രാളം കാണിക്കണേ? ഓഹോ, എന്തിനാ ശ്യാമളെ ജോലിക്ക് വിട്ടേ? അതിനും വേണ്ടി എന്ത് ബുദ്ധിമുട്ടാ നിനക്കുള്ളത്? സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടക്കാട് വരുന്നു അല്ലമ്മേ. ഭയങ്കര ചെലവാ. നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിക്കണ്ടേ. ഒരാളുടെ ശമ്പളം കൊണ്ടൊന്നും കാര്യങ്ങൾ നടന്നു പോവില്ല. ശ്യാമള ജോലിക്ക് പോണ കാര്യം പറഞ്ഞില്ലെന്നും പറഞ്ഞ് അച്ഛൻ പിണങ്ങിയിരിക്കുക. നല്ലൊരു ജോലി ഒത്തു വന്നപ്പോ എന്തിനാ വേണ്ടെന്ന് വെക്കണേ? ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. വീടിന്റെ ലോൺ, ഫ്രിഡ്ജിന്റെ ലോൺ, ഇതൊക്കെ അടച്ചു തീർക്കണ്ടേ? ആ പിന്നെ അച്ഛൻ 500 രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിരുന്നത് അടുത്തങ്ങ് പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, അല്ലെങ്കിൽ തന്നെ അച്ഛനോട് പണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ രാധികയുടെ കാര്യമാകുമ്പോഴല്ലേ അതപ്പോ നോക്കാം. ഹരിയേട്ടാ, ഇത് കണ്ടോ? പലചരക്കടയിൽ ഈ മാസത്തെ ബില്ല് 2000-ന് മുകളിലായി. ഇങ്ങനെ പോയാ
അമ്മേ ഒക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടേട്ടോ. ജോലിക്കാര്യം മനഃപൂർവ്വം പറയാറുന്നതല്ല. ഏതായാലും അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുമല്ലോ, ഒന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചിട്ടാ. ആ ഞെട്ടലേതായാലും ശരി കേറ്റു. നീ കാപ്പി കുടിച്ചു അല്ലേ? ഉവ്വ്. കയ്യും കഴിയില്ലേ? അതെ. അപ്പൊ ഇനി വേഷം മാറണം. ആ. ചെല്ല്. എന്താ ഇങ്ങനെ ഓർത്തിരിക്കണേ? ഏയ് ഒന്നുമില്ല. സമയം എത്രയെന്നറിയോ? കാലത്തെ എണീക്കേണ്ടതല്ലേ? എന്തിനാ ഇങ്ങനെ ഉറക്കം ഇളക്കണേ? ഉറക്കം വരുന്നില്ല. അതെന്താ? കണക്കൂട്ടലുകളൊക്കെ തെറ്റുകയാണോ എന്നൊരു സംശയം. മേന് വെറുതെ തോന്നണതാ. ശ്യാമള എന്താ പറഞ്ഞെന്ന് കേക്കണോ? ഇങ്ങനെ പെട്ടിയും തൂക്കി എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും അലയണേ? സ്ഥിരായിട്ട് ഇവിടെ നിന്നൂടെന്ന്. സ്ഥിരമായിട്ട് ഇവിടെ വീട്ടുപണിക്ക് നിന്നൂടെയെന്ന് അല്ലേ? ഇതാ മേനുള്ള കുഴപ്പം. ഏതിനും എഴുതാപ്പുറേ വായിക്കൂ. നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യണത് എങ്ങനെയാ വീട്ടുപണിയാവുക? അങ്ങനല്ലാന്ന് വിശ്വസിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഇല്ല. ഓരോന്നാലോചിച്ച് മനസ്സ് പുണ്ണാക്കാണ്ട് ഈശ്വരനെ ജപിച്ച് കണ്ണടച്ച് കിടന്നോളൂ. എന്റെ കണ്ണ് ഞാൻ അടച്ചോളാം. പക്ഷെ തന്റെ കണ്ണ് എപ്പോഴാ തുറക്കണേ?